തമിഴ്നാട്ടിലെ മേട്ടൂർ കാടുകളെ ഒരു കാലത്ത് വിറപ്പിച്ച പേര്. പോലീസിനും അധികാരികൾക്കും അവൻ വെറും കാട്ടുകൊള്ളക്കാരൻ. എന്നാൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവൻ ദൈവതുല്യനായ രക്ഷകൻ. തമിഴ് സിനിമകളിൽ നമ്മൾ കണ്ട മലയൂർ മമ്മട്ടിയാൻ വെറുമൊരു സിനിമാ കഥ മാത്രമല്ല, നീതികേടും ചതിയും നിറഞ്ഞ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതകഥയാണ്. ആരായിരുന്നു യഥാർത്ഥത്തിൽ മമ്മട്ടിയാൻ? സേലം ജില്ലയിലെ മലയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മമ്മട്ടിയാൻ എന്നത് അയാളുടെ യഥാർത്ഥ പേരല്ലായിരുന്നു. തമിഴിൽ മമ്പട്ടി എന്നാൽ മൺവെട്ടി എന്നാണ് അർത്ഥം. ഒരു സാധാരണ കർഷകനായിരുന്ന അയാൾ കൃഷിപ്പണിക്കായി എപ്പോഴും കയ്യിൽ ഒരു മൺവെട്ടി കരുതുമായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാർ അയാളെ മമ്മട്ടിയാൻ എന്ന് വിളിച്ചിരുന്നത്. മറ്റുള്ളവരെ പോലെ സ്വന്തം മണ്ണിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആ പാവം മനുഷ്യന്റെ ജീവിതം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. ആ കാലത്ത് ഗ്രാമം ഭരിച്ചിരുന്നത് ക്രൂരനായ ഒരു പ്രാദേശിക ജമീന്ദാറായിരുന്നു. പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്യുക എന്നതായിരുന്നു അയാളുടെ വിനോദം. ഒരിക്കൽ ജമീന്ദാറുടെ കണ്ണുകൾ മമ്മട്ടിയാന്റെ കുടുംബത്തിനു മേൽ പതിഞ്ഞു. അവർ മമ്മട്ടിയാന്റെ ഭൂമി തട്ടിയെടുക്കുകയും കുടുംബത്തെ ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. നിയമത്തിന്റെ വാതിലുകൾ മുട്ടിയെങ്കിലും ഒരു പാവം കർഷകന് മുന്നിൽ അതൊന്നും തുറക്കപ്പെട്ടില്ല. അവിടെയാണ് മമ്മട്ടിയാന്റെ ഉള്ളിലെ പോരാളി ഉണരുന്നത്. തന്റെ കുടുംബത്തെ നശിപ്പിച്ച ജമീന്ദാറെ അയാൾ സ്വന്തം കൈകൊണ്ട് വധിച്ചു. നിയമത്തിനു മുന്നിൽ കീഴടങ്ങാൻ അയാൾ തയ്യാറായിരുന്നില്ല. പ്രതികാരം തീർത്ത ആ മമ്മട്ടിയും കയ്യിലേന്തി അയാൾ മലയൂർ കാടുകളിലേക്ക് മറഞ്ഞു. കാട് കയറിയ മമ്മട്ടിയാൻ ഒരു സാധാരണ കൊള്ളക്കാരനായിരുന്നില്ല. പണക്കാരെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും മാത്രം ലക്ഷ്യം വച്ചായിരുന്നു അയാളുടെ വേട്ട. അങ്ങനെ കൊള്ളയടിക്കുന്ന പണം മുഴുവൻ അയാൾ പാവങ്ങൾക്ക് വീതിച്ചു നൽകി. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്താനും വിശക്കുന്നവർക്ക് അന്നം നൽകുവാനും അയാൾ മുന്നിൽ നിന്നു. ഇതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് എത്ര വല വിരിച്ചിട്ടും മമ്മട്ടിയാനെ പിടികൂടാൻ കഴിഞ്ഞില്ല. കാടിന് പുറത്തുള്ള ഓരോ ഗ്രാമീണരും മമ്മട്ടിയാന്റെ കണ്ണും കാതുമായി പ്രവർത്തിച്ചു. പോലീസ് വരുന്നത് മുൻകൂട്ടി അറിഞ്ഞ് മമ്മട്ടിയാൻ കാടിന്റെ വന്യതയിലേക്ക് ഒളിച്ചു. നേർക്കുനേർ പോരാടി മമ്മട്ടിയാനെ തോൽപ്പിക്കുവാൻ പോലീസിന് കഴിയില്ലെന്ന് മനസ്സിലായതോടെ ഒരു കുറുക്കു വഴി തിരഞ്ഞു. കാട്ടുനീതി നടപ്പിലാക്കിയ ആ വീരനെ ഒടുവിൽ തോൽപ്പിച്ചത് ചതിയിലൂടെയായിരുന്നു. മമ്മട്ടിയാൻ ജീവന് തുല്യം വിശ്വസിച്ചിരുന്ന കൂടെയുണ്ടായിരുന്ന ഒരാളെ പോലീസ് പണവും പദവിയും നൽകി വശത്താക്കി. ഒരു രാത്രിയിൽ സുരക്ഷിതനാണെന്ന് കരുതി മമ്മട്ടിയാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ കഴിച്ച ഭക്ഷണത്തിൽ ആ ചതിയൻ വിഷം കലർത്തി. വിശ്വസിച്ചവന്റെ കൈകളാൽ ഉറക്കത്തിൽ ആ മലയൂർ സിംഹം വേട്ടയാടപ്പെട്ടു. ഒരു വലിയ പോരാട്ടത്തിന്റെ അന്ത്യം അങ്ങനെ വളരെ ദാരുണമായിട്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1983 നടൻ ത്യാഗരാജന്റെ അഭിനയത്തിലൂടെയാണ് ഈ കഥ മലയൂർ മമ്മട്ടിയാൻ എന്ന പേരിൽ സിനിമയാകുന്നത്. ഈ ചിത്രം തമിഴകത്ത് വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. സാഹചര്യങ്ങൾ കൊണ്ട് ആയുധമെടുക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതം സിനിമയാക്കിയപ്പോൾ ജനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. മലയൂരും മമ്മട്ടിയാനും വീരപ്പനും തമ്മിൽ നേരിട്ട് ഒരു സൗഹൃദ ബന്ധമോ ശത്രുതയോ ഉണ്ടായിരുന്നില്ല. കാരണം മമ്മട്ടിയാൻ ജീവിച്ചിരുന്നതും മരിച്ചതും വീരപ്പൻ കാടു കയറുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ഇവരുടെ ജീവിതങ്ങൾ തമ്മിൽ വളരെ രസകരവും ആശ്ചര്യപ്പെടുത്തുന്നതുമായ ചില ബന്ധങ്ങളും സമാനതകളുമുണ്ട്. മമ്മട്ടിയാൻ ഒളിവിൽ കഴിഞ്ഞതും പോലീസിനെതിരെ പോരാടിയതും തമിഴ്നാട്ടിലെ മേട്ടൂർ സേലം ജില്ലയിലെ മലയൂർ കാടുകളിലായിരുന്നു. ദശാബ്ദങ്ങൾക്ക് ശേഷം ഇതേ മേട്ടൂർ കാടുകളും സത്യമംഗലം കാടുകളും തന്നെയാണ് കൊള്ളക്കാരൻ വീരപ്പന്റെയും പ്രധാന തട്ടകമായി മാറിയത്. വീരപ്പൻ ജനിച്ചതും വളർന്നതും ഇതേ സേലം മേട്ടൂർ മേഖലയോട് ചേർന്നുള്ള ഗോപിനാഥം ഗ്രാമത്തിലാണ്. വീരപ്പൻ കുട്ടിയായിരുന്ന കാലത്ത് മമ്മട്ടിയാന്റെ കഥകൾ ആ നാട്ടിൽ പാട്ടുകളായും നാടോടി കഥകളായും നിറഞ്ഞു നിന്നിരുന്നു. പാവങ്ങൾക്ക് പണം കൊടുക്കുന്ന, പോലീസിനെ വെട്ടിച്ചു നടക്കുന്ന മമ്മട്ടിയാന്റെ കഥകൾ കേട്ടാണ് വീരപ്പൻ വളർന്നത്. ഒരു പരിധിവരെ വീരപ്പൻ തന്റെ തുടക്കകാലത്ത് ഒരു റോബിൻഹുഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചതിന് പിന്നിൽ മമ്മട്ടിയാന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നുമുണ്ട്. ഇവരുടെ അന്ത്യവും ഒരേപോലെയാണ്, ചതിയിലൂടെ. മമ്മട്ടിയാനെ നേരിട്ട് പിടിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പോലീസ് അയാളുടെ വിശ്വസ്തനെ സ്വാധീനിച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തിയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ വെടിവെച്ചോ ആണ് കൊലപ്പെടുത്തിയത്. ഏതാണ്ട് ഇതേ ശൈലിയിലാണ് വർഷങ്ങൾക്ക് ശേഷം വീരപ്പനെയും പോലീസ് കുടുക്കിയത്. വീരപ്പന്റെ വിശ്വസ്തനായിരുന്ന ശരവണൻ എന്നയാളെ തമിഴ്നാട് STF
തങ്ങളുടെ ചാരനാക്കി മാറ്റുകയും ഓപ്പറേഷൻ കൊക്കോൺ എന്ന രഹസ്യ നീക്കത്തിലൂടെ വീരപ്പനെ കാടിന് പുറത്തെത്തിച്ച് വധിക്കുകയുമാണ് ചെയ്തത്. മേട്ടൂർ കാടുകളെ വിറപ്പിച്ച ചന്ദനക്കടത്തുകാരൻ വീരപ്പന്റെ വളർച്ചയ്ക്ക് പിന്നിലും മമ്മട്ടിയാന്റെ കഥകൾക്ക് വലിയൊരു സ്വാധീനമുണ്ടായിരുന്നു. മമ്മട്ടിയാന്റെ നാട്ടിൽ ജനിച്ചു വളർന്ന വീരപ്പൻ അയാളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചുള്ള നാടോടി കഥകൾ കേട്ടാണ് കാട് കയറാൻ പ്രേരിതനായത് എന്ന് പറയപ്പെടുന്നു.